അവന്റെ പിന്നെ അവന്റെ അമ്മേമ്മകളെ കുളിച്ചു ഞാൻ കണ്ടിട്ടുണ്ട്. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ബിഗ് ബോസിൽ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നമുക്കറിയാം ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച ആയിട്ടില്ല, 3-4 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ബിഗ് ബോസ് 7ന്റെ പണിയെന്നൊക്കെ പറഞ്ഞ് വലിയ ടാഗ് ലൈനോട് കൂടിയൊക്കെ തുടങ്ങി. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ആയി വരുന്നില്ല. എങ്കിലും ഓക്കെ, വരും ദിവസങ്ങളിൽ നമുക്കതൊരു എന്താ പറയുക, കണ്ടിരിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ 1-2 കണ്ടസ്റ്റൻസിനെ കുറിച്ച് എടുത്തു പറയാതെ വരെ വഴിയില്ല. കാരണം നമുക്കറിയാം ഈ ബിഗ് ബോസ് ഷോ ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോ നമ്മുടെ എന്താ പറയുക, ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു പരിപാടിയാണ്. അപ്പം ഇതിൽ ഇപ്രാവശ്യം 2 കണ്ടസ്റ്റൻസ് ഉണ്ട്. ഒന്ന് ആദില നൂറ. ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാവുന്നതാണ്, കുറച്ചെങ്കിലും ആൾക്കാർക്ക് അറിയാവുന്ന ഇവരൊരു ലെസ്ബിയൻ കപ്പിളാണ്. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർക്ക് അത് മനസ്സിലായി എന്ന് വരില്ല. അതായത് പെണ്ണും കൂടി പ്രേമിച്ച് ഒരുമിച്ച് ജീവിക്കുന്നു. അങ്ങനത്തെ 2 വ്യക്തികളാണ് ആദില ആൻഡ് നൂറ. ഇവർ 2 മുസ്ലിം പെൺകുട്ടികളാണ്. ഇവർ ഭയങ്കര പ്രേമമായിരുന്നു ഈ പെൺകുട്ടികൾ. അവസാനം വീട്ടുകാരുടെ എതിർപ്പുകളൊക്കെ മറികടന്ന് അവർ ഒന്നായി, അവർ ഒരുമിച്ച് ഒരു ഫ്ലാറ്റിലോ മറ്റോ ആണ് താമസിക്കുന്നത്. ഇവർക്ക് എന്തോ ജോലിയൊക്കെ ഉണ്ട്, എന്തോ IT ഫീൽഡിൽ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. വീട്ടുകാരൊന്നും തിരിഞ്ഞു പോലും നോക്കത്തില്ല. കാരണം ഈ 2 പെൺകുട്ടികൾ അവർ ലെസ്ബിയൻസ് ആണ്, സ്വവർഗ അനുരാഗികൾ എന്നൊക്കെ മലയാളത്തിൽ പറയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ ഈ ഒരു ഷോയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നമാണ്. എന്താണ് ഇങ്ങനെയുള്ള കണ്ടസ്റ്റൻസിനെ നമ്മുടെ ഈ ഒരു ഷോയിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ട് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവരെ മാതൃകയാക്കാൻ വേണ്ടിയിട്ടാണോ ഇതുപോലുള്ള കണ്ടസ്റ്റൻസിനെ ഈ ഒരു ഷോയിലേക്ക് കൊണ്ടുവരുന്നത്? ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഇപ്പോൾ 6ാമത്തെ സീസൺ കഴിഞ്ഞു, 7ാമത്തെ സീസണാണിത്. അപ്പോൾ ഈ ഒരു ഷോയിലേക്ക് കൊണ്ടുവരുന്ന കണ്ടസ്റ്റൻസിനും കുറച്ചൊക്കെ എന്താ പറയുക, സ്റ്റാൻഡേർഡ് ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലേ, നമുക്കിപ്പോൾ ഒരുപാട് ഇപ്പോൾ സിനിമ ഫീൽഡിൽ നിന്നാണെങ്കിൽ അപ്പാനി ശരത്ത്, അങ്ങനെ സീരിയൽ ഫീൽഡിൽ നിന്ന്, സോഷ്യൽ മീഡിയയിൽ നിന്ന് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ എടുക്കാം. പക്ഷേ ഇതുപോലത്തെ ഈ 2 എണ്ണത്തിനെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുപോലെയുള്ളതിനെയൊക്കെ ഒരിക്കലും ഇതുപോലുള്ള ഷോയിൽ കൊണ്ടുവന്ന് സമൂഹത്തിന് മുന്നിലേക്ക് പ്രദർശിപ്പിക്കാതിരിക്കുക. കാരണം ഇവരെന്തോ ചെയ്യുന്നത്, ഇവർ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഇവരെ പോലെ മറ്റുള്ളവരും ചെയ്യണമെന്നാണോ? അതാണോ ഇവിടെ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത്? ഇവരെയൊക്കെ ഇങ്ങനെയുള്ളവരെയൊക്കെ കൊണ്ടുവന്ന് ഈ ഒരു ഷോയിൽ പ്രദർശിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വീട്ടുകാരും ഉപേക്ഷിച്ച്, ബന്ധുക്കാരും ഉപേക്ഷിച്ചിട്ട് 2 പെൺകുട്ടികൾ ഒറ്റയ്ക്ക് എന്താ പറയുക, അവര് ഭയങ്കര സ്നേഹം, ഭാര്യയും ഭർത്താവിനെയും പോലെ 2 പെൺകുട്ടികൾ, 2 ഭാര്യമാരാണെന്നേ ഉള്ളൂ. ഇവര് ജീവിക്കുകയാണ്. വീട്ടുകാർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട 2 മുസ്ലിം പെൺകുട്ടികളാണ്. അവര് ഇട്ടിട്ട് വരുന്ന, അതായത് ഈ ബിഗ് ബോസിൽ അവരുടെ ചില ഡ്രസ്സിങ് വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം. നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ചില ആൾക്കാർ വന്നിട്ട് കമന്റ് ഇടും, നിനക്കെന്താ, നീ കാണണ്ട, നിനക്കെന്താണ്, അവരിടുന്നതിന് എന്താ കുഴപ്പം എന്താന്നൊക്കെ. ഒരു പരിധി വരെയൊക്കെ മോഡേൺ ഡ്രസ്സ് നമുക്ക് ഓക്കെ സമ്മതിക്കാം, വസ്ത്രധാരണം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ ഇതൊരു പബ്ലിക് റിയാലിറ്റി ഷോയാണ്. ഇതിലൊക്കെ അതും പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ കാണുന്ന ഒരു പരിപാടിയാണ് ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നത്. അതിലേക്ക് ഇതുപോലുള്ള മാരണങ്ങളെ കൊണ്ടുവന്നതോ പോട്ടെ, ഇതുങ്ങളുടെ ഡ്രസ്സിങ് 2നും ഒരു നാണോ ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. ഇവർ മാത്രമല്ല, വേറെ ഒരെണ്ണവും കൂടെ ഉണ്ട്. ഒരു ജയ്സൽ തക്വാർ എന്ന് പറയുന്ന ഒരു മോഡൽ കൂടെ ഉണ്ട്. അതിന് നന്നായിട്ട് മലയാളം പോലും അറിയത്തില്ല, ആലപ്പുഴക്കാരിയാണെന്ന് പറയുന്നു. ഞങ്ങളുടെ നാട്ടുകാരിയൊക്കെയാണ്, നമ്മളൊക്കെ അറിയത്തു പോലും ഇല്ല കേട്ടോ. ഇപ്പം ഈ ഒരു ഷോയിൽ വന്നപ്പോഴാണ് കാണുന്നതും ഇത് ആലപ്പുഴക്കാരിയാണെന്ന് തന്നെ അറിയുന്നു. അപ്പോൾ അതിൻ്റെ വസ്ത്രധാരണമൊക്കെ വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം. മോഡലായിരിക്കാം ഒരു പക്ഷേ ഇതുപോലെ ഒരു ഷോയിലേക്ക് വരുമ്പോൾ കുറച്ചൊക്കെ മോഡൽ കാണിച്ചോട്ടെ. പക്ഷെ ഇത് ഒരുമാതിരി വൾഗറായിട്ടുള്ള ഡ്രസ്സിങ് രീതിയാണ്. ഈ ജസീൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും അതുപോലെ ഈ ആദില നൂറ, അവരുടെ വസ്ത്രധാരണങ്ങൾ വളരെ മോശം. സാധാരണ ഞാൻ കേട്ടിരിക്കുന്നതും കണ്ടിരിക്കുന്ന ഈ മുസ്ലിം വിഭാഗത്തിലെ ഒരു മതത്തിലെ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ഇത്രയും വൾഗാരിറ്റിയിൽ ഡ്രസ്സ് ആയിരിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇതുങ്ങൾക്ക് ഒരു നാണം പോലും ഇല്ല. അന്ന് ഇവരൊന്ന് ചിന്തിക്കണം. ഇവരുടെ വീട്ടുകാരും ബന്ധുക്കാരൊക്കെ ഉപേക്ഷിച്ച് ഇവർ ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ്. ഇപ്പം ഇവർ ഇതുപോലത്തെ ഇത്രയും വലിയൊരു പബ്ലിക് റിയാലിറ്റി ഷോയിൽ വരുമ്പോൾ ഇവരുടെ നാട്ടുകാര്, ബന്ധുക്കാര്, വീട്ടുകാരൊക്കെ കാണുന്ന പരിപാടിയാണ്. എന്നിട്ട് ഒരു നാണവും ഇല്ലാതെ, ഉളുപ്പും ഇല്ലാതെ വന്ന് നിക്കറ് പോലത്തെ, നിക്കറെന്നും പറയാൻ പറ്റില്ല, അതിനപ്പുറം വലിയ ഷർട്ട് പോലത്തെ ഒക്കെ ഇട്ടിട്ട് താഴത്തേക്ക് നിക്കറാണ് ഇട്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ ഷഡ്ഡി ഇട്ടുകൊണ്ട് നിന്നാൽ പോരെ, പച്ച മലയാളത്തിൽ ഞാൻ പറയുമോ? കാരണം കണ്ടിട്ട് നമുക്കൊരു എന്താ പറയുക, ഇത് പറയുമ്പോൾ കുറേ എണ്ണങ്ങൾ ഇവിടെ കമന്റ് ഇട്ട് മെഴുകാൻ വരും.
നിനക്കെന്താണ് നമ്മൾ തള്ളവൈബാണ് തന്തവൈബാണെന്നൊക്കെ പറയും. കണ്ട കാര്യങ്ങൾ വളരെ മാന്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊള്ളത്തില്ല. എന്നിട്ട് ഇതൊക്കെ കാണുന്ന കുട്ടികളും ഇതേ രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇറങ്ങണമെന്നാണോ പറയുന്നത്? അവർ ധരിച്ച് നടന്നോട്ടെ, അവരുടെ ഇഷ്ടമാണ്. പക്ഷെ ഇതൊരു ഷോയാണ്. ആ ഒരു ഷോയിൽ കുറച്ചെങ്കിലും വസ്ത്രത്തിന്റെ കാര്യത്തിൽ കുറച്ചൊരു മാന്യത കാണിക്കാം. ഇത് നമ്മൾ പറയുമ്പോൾ അയ്യോ അവര് ധരിക്കും, നിനക്കെന്താ, നിനക്ക് കുശുമ്പല്ലേ, നിനക്ക് അങ്ങനത്തെ ഇടാത്തതിന്റെ പ്രശ്നമല്ലേ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കുറെ എണ്ണങ്ങൾ മെഴുകാൻ വരും. അങ്ങനെയുള്ളവരും അതേ ചിന്താഗതിക്കാരായിരിക്കും. അതായത് ആ രീതിയിൽ ഡ്രസ്സ് ധരിച്ച് നടക്കണമെന്ന ചിന്താഗതിക്കാരായിരിക്കാം. ഇവരെ ഒന്നാമത് ലെസ്ബിയൻ കപ്പിൾസ് ആണ്, ആദില ആൻഡ് നൂറ. അതുങ്ങളെ ഈ ഒരു ഷോയിൽ കൊണ്ടുവന്നതേ തെറ്റ്. അതൊക്കെ പോരാഞ്ഞിട്ട് അതുങ്ങളുടെ വേഷം കെട്ടാണെങ്കിൽ അതിനപ്പുറത്തത്. ഇതുങ്ങളൊക്കെ എത്ര നാൾ ഇതിനകത്ത് നിൽക്കും? പ്രത്യേകിച്ച് അത്ര വലിയ ആക്റ്റീവ് ഒന്നുമില്ല. രണ്ടുപേർക്കും സംസാരിക്കാൻ അറിയാം, ടാസ്കിലൊന്നും അത്ര വലിയ ആക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതൊരു ഷോ എന്ന് പറയുമ്പോൾ മലയാളികൾ കാണുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ പോലും മക്കള് അല്ല പ്രായമുള്ള ആൾക്കാർ എല്ലാവരും ഒരുപോലെ ഇരുന്ന് കാണുന്ന ഒരു പരിപാടി. ഇപ്പം ഞാൻ ഇതിൻ്റെ റിവ്യൂസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ രാവിലെ തന്നെ ഈ ഒരു ലൈവ് വെക്കും. രാവിലെ തൊട്ട് രാത്രി വരെ ഇത് വെച്ച് നമ്മൾ കണ്ടോണ്ട് ഇതിൻ്റെ റിവ്യൂ ചെയ്യണമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലെയൊക്കെയുള്ള വസ്ത്രം ധരിച്ചിട്ടൊക്കെയാണ് ഇതിനകത്ത് അവർ നടക്കുന്നത്, ഓരോന്ന് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലുള്ള പ്രായമായ ആൾക്കാരും ഒക്കെ ഇത് കാണും. അവർ വരെ പറയുന്നു അയ്യോ ആ പെണ്ണിട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടോ, അങ്ങനെയൊക്കെ പറയുന്നു. കാരണം ഇവർക്ക് ഒന്ന് ചിന്തിക്കാം, അവരുടെ റിയൽ ലൈഫിൽ അവർ എന്തെങ്കിലും കാണിച്ച് നടക്കട്ടെ. പക്ഷെ ഇതുപോലെ റിയാലിറ്റി ഷോകളിൽ, അതും മലയാളികൾ കാണുന്ന പരിപാടികളിൽ ഇതുപോലെ കുറച്ചെങ്കിലും മാന്യമായിട്ടുള്ള ഡ്രസ്സ് ധരിച്ച് ഇവർക്ക് നിന്നുകൂടെ? പട്ടി ഷോ എന്ന് പറഞ്ഞാൽ തികച്ചും പട്ടി ഷോ. അവളൊക്കെ വീട്ടുകാർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട. എന്നിട്ട് പ്രേമമാണത്രേ, പെറ്റു വളർത്തിയ ഉമ്മായും വാപ്പായും ഒന്നും വേണ്ട, ഒരു പെണ്ണിനെ മതി. പെണ്ണും കൂടി പ്രേമം, ദിവ്യ പ്രേമാണ് കേട്ടോ, പ്രണയം. എന്നിട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജീവിക്കുന്നു. ഇതിലേക്ക് ജീവിതം എന്തായി തീരും, എങ്ങനെയായി തീരും, എത്ര നാൾ ഉണ്ടാവും ഈ പ്രേമവും പ്രണയവും ഒക്കെ? അങ്ങോളം ഉണ്ടായാൽ മതി, നമുക്ക് കാണാം. ഇത് അങ്ങോളമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പോഴത്തെ ഈ ഒരു പ്രായത്തിന്റെ ഒരു സംഭവമാണ് പെണ്ണിനും പ്രേമം. എന്തൊക്കെയാ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ കാണുന്ന? ആണിനും പ്രേമം, പെണ്ണിനും പ്രേമം. എന്നിട്ട് അതിനൊക്കെ ഓരോ പേര്, ലെസ്ബിയൻ, ഗേ, എന്തോ പറയണ്ടേ? എനിക്ക് ഇത് സത്യം പറയാൻ എനിക്ക് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. ഇതുപോലത്തെ ഉള്ള കുറെ എണ്ണങ്ങളെ കൊണ്ടുവന്ന് ഈ ബിഗ് ബോസ് ഷോയിൽ ഇവരെന്താണ് സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഇവരെ പോലെ മറ്റു കുട്ടികളും ചെയ്യണമെന്നാണോ? അങ്ങനെയാണെങ്കിൽ വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം. ഒന്നുമില്ലെങ്കിൽ ഇവരുടെ ഡ്രസ്സിങ് എങ്കിലും കുറച്ചൊന്ന് മാന്യമായിരുന്നെങ്കിൽ പിന്നെയും കൊള്ളാം. ഇത് ഒന്നും പറയാനില്ല. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു. നിങ്ങൾ കാണുന്നവർ തന്നെ ഒന്ന് പറയൂ, ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം എന്താണ്? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.